ഷബാബിൽ വന്ന ഒരു ചോദ്യോത്തരം, അതിൽ ഈ വിഷയം ചോദിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിയാരുടെ പ്രസംഗം, മുസ്ലിയാരുടെ പ്രസംഗത്തിൽ വന്നത് എന്താ കേട്ടോളൂ. വിജനമായ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് പറയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മുഹദ്ദിസുകളായ ആളുകൾ യാ ഇബാദല്ലാഹ് എന്നതിനെ മരിച്ചുപോയ സജ്ജനങ്ങളായ മുഅ്മിനുകളായ ആളുകൾ ആത്മാക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സഹായിക്കും. മരുഭൂമിയിലൊക്കെ ആവുമ്പോൾ പിശാചുക്കളുടെ വിഹാര കേന്ദ്രമാണ്. അവരിൽ ജിന്നുകളിൽപ്പെട്ട നല്ല വിഭാഗം ഉണ്ടാകും, അവരെയാണ് വിളിക്കുന്നത്. അവർ സഹായത്തിനെത്തും. ആ നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് ജിന്ന് സത്യവും മിഥ്യവും എന്ന മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന്. ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? അന്ന് നമുക്ക് ഷബാബും അൽമനാറും മാത്രമേ ഉള്ളൂ. ഷബാബിൽ മുസ്ലിം എന്ന പേരിൽ ചോദ്യോത്തരം കൈകാര്യം ചെയ്തിരുന്നത് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനിയാണ്. ഇന്നത്തെ പോലെ 1500-2000 കോപ്പിയൊന്നും അല്ല, 10,000 കണക്കിന് കോപ്പി അടിക്കുന്ന കാലാണ്. KP-യും ഉമർ മൗലവിയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലമാണ്. KNE ജീവിച്ചിരിക്കുന്ന കാലമാണ്. 80കളിൽ അത് അന്ന് കൊടുത്ത മറുപടി കേട്ടോളൂ. വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകളിൽ യാതൊരു സംശയത്തിനുമിടയില്ലാത്ത വിധം വ്യക്തമാക്കിയ കാര്യമാണ് അല്ലാഹു അല്ലാത്തവരും ദുആ അഥവാ പ്രാർത്ഥന ചെയ്യാൻ പാടില്ല എന്നത്. മാത്രമല്ല, ഇതിനെ എതിർക്കാൻ വേണ്ടി ഏതെങ്കിലും ഹദീസോ ഹദീസിന്റെ വ്യാഖ്യാനമോ ചൂണ്ടിക്കാണിക്കുന്നത് അള്ളാഹുവെയും അവന്റെ ഗ്രന്ഥത്തെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ പടച്ചവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഖുർആനും ഹദീസും വ്യക്തമായി പഠിപ്പിച്ചാണ്. അതിനെതിരിൽ ഇങ്ങനെ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ട് കാര്യമല്ല. അള്ളാഹുവിന്റെ വചനത്തിൽ താഴെ മാത്രമേ മറ്റേത് വചനത്തിനും ഒരു സത്യവിശ്വാസി സ്ഥാനം കൽപ്പിക്കാൻ പാടുള്ളൂ. ഇനി കേട്ടോളൂ. വിളിക്കുക, സഹായം ചോദിക്കുക, പ്രാർത്ഥിക്കുക, ഇവ തമ്മിൽ മൗലികമായ വ്യത്യാസമുണ്ട്. ഈ പംക്തിയിൽ തന്നെ പലതവണ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. യാ ഇബാദ്, അടിമകളെ എന്ന വിളി പല ഖുർആൻ വാക്യങ്ങളിലുമുണ്ട്. ഇത് അടിമകളോടുള്ള പ്രാർത്ഥനയാണെന്ന് കാര്യബോധമുള്ള ആരും പറയില്ല. പ്രവാചകന്മാർ പല കാര്യങ്ങളിലും മനുഷ്യന്മാരോട് സഹായ സഹകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതും പ്രാർത്ഥനയല്ല. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? 80കളിൽ എഴുതി. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അപ്പുറത്തുള്ള കാര്യം, അത് ആ കാര്യങ്ങളിൽ സഹായം ചോദിച്ചാലേ പ്രാർത്ഥനയാകുള്ളൂ. സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയല്ല. ഈ പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആരിലേക്കും പ്രവാചകന്മാർ തിരിച്ചുവിട്ടിട്ടില്ല, തിരിച്ചുവിടാൻ നിർദ്ദേശിച്ചിട്ടുമില്ല. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദവിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ വിജനപ്രദേശത്ത് പറഞ്ഞാൽ വിജനമായ മരുഭൂമി, ആളില്ലാത്ത മരുഭൂമി, അവിടെ മലക്കുണ്ടാവും, ഉണ്ടായേക്കാൻ ഇടയുള്ള എന്ന് പറഞ്ഞാൽ അവിടെ ഹാളറായി പ്രസന്റായി അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ജിന്നുകൾ, മലക്കുകൾ, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയ ചോദിക്കുന്നത്, പടച്ചവന്റെ മാത്രം കഴിവപ്പെട്ടതല്ല എങ്കിൽ അത് പ്രാർത്ഥനയല്ല. പക്ഷേ ഒറ്റപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സഹായാർത്ഥന ഇസ്ലാമിലെ ഒരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ വളരെ വ്യക്തമായി ഈ വിഷയം അന്ന് പറഞ്ഞു. ഇപ്പൊ സുഹൃത്തുക്കൾ ഇത് വായിക്കാൻ കാരണം എന്താണെന്നറിയോ? ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഇന്നും ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. 2009 വിവാദം കത്തിയപ്പോ AP മുജാഹിദുകൾ ഷബാബിലൊരു വാചകം എടുത്ത് വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ചെറിയ മുണ്ടം അത് തന്നെ എഴുതി. അങ്ങനെ വിജനമായ പ്രദേശത്ത് വെച്ച് അങ്ങനെ പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞു, 2009 കഴിഞ്ഞു. വീണ്ടും നമ്മളെല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, മടവൂരികളെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയില്ല, ഇത് 80കളിൽ ഇറക്കിയതാണ്, KP ഉള്ള കാലത്ത് എഴുതിയതാണ്, ഉമർ മൗലവി ഉള്ള കാലത്ത് എഴുതിയതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ട പൂനൂരിൽ അനീഫ് കായക്കൊടി ഒരു പുതിയ പ്രസംഗം അവതരിപ്പിച്ചു. ഇപ്പൊ കഴിഞ്ഞ വിശദീകരണങ്ങളിലുള്ള പ്രസംഗമൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സലാം സുല്ലമിയുടെ വാദം കടമെടുത്തു. അബ്ദുസ്സലാം സുല്ലമി 2007 പറഞ്ഞിരുന്നെന്താ? ഉമർ മൗലവി പറഞ്ഞിരുന്ന തൗഹീദാണ് ഞങ്ങളുടേത്, അത് മടവൂരികളുടേത്. കുഞ്ഞീദ് മദനി പറഞ്ഞ തൗഹീദാണ് ഞങ്ങളുടേത്, നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ചു. അതേ വാദം കടമെടുത്തിട്ട് പൂനൂരിൽ ഒരു പ്രസംഗം അനീഫ് കായക്കൊടി നടത്തി. എന്നിട്ട് ഉമർ മൗലവിന്റെ ഒരു ക്ലിപ്പ് ഇട്ടു. എന്നിട്ട് ഉമർ മൗലവി പ്രാർത്ഥന വിശദീകരിക്കാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഉമർ മൗലവി പഠിപ്പിച്ച തൗഹീദിൽ നിന്നും ഇപ്പോൾ സക്കരിയ സലാഹി തെറ്റിപ്പോയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം,
ചെറിയ മുണ്ടമ്പി എഴുതിയതിന് ശിർക്കുണ്ട് എന്ന് ഉമർ മൗലവി പറഞ്ഞിട്ടില്ല. KP അന്ന് ബാലകൗതുകം വരെ, സൽമനാറും ഷവാബും മാത്രമല്ല ബാലകൗതുകം വരെ അരിച്ചു പെറുക്കി വായിക്കുന്ന ആളാ KP. അതെൻ്റെ അമാനത്ത് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത് ഉൾക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ചോദ്യോത്തരം. എന്നിട്ട് KP പറഞ്ഞു അതിന് ശിർക്കുണ്ട്, ചെറിയ മുണ്ട എഴുതിയ മറുപടി തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ചിലർ പറഞ്ഞ നീ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. 2002 മടവൂരികൾക്കിടയിൽ ആദർശ വ്യതിയാനം നമ്മൾ ഉന്നയിച്ചപ്പോൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ എടുത്തു കൊടുത്തു. പാലം പണി നമ്മൾ പറഞ്ഞു ആദർശ വ്യതിയാനമാണ്. സ്വാമിമാർക്ക് സ്വാഗതം പറഞ്ഞത് ആദർശ വ്യതിയാനമാണ്. അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയ്യെ ലോകത്തിൻ്റെ അമ്മെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് വലിയ വാർത്ത കൊടുത്തു വർത്തമാനത്തിൽ, അത് വ്യതിയാനമായിട്ട് നമ്മൾ പറഞ്ഞു. അസീസ് മൗലവി മങ്കട അമ്പലത്തിന് തേങ്ങ കൊടുത്തത് പറഞ്ഞു. അപ്പൊ ശിർക്കിലേക്ക് പോയി എന്നല്ല, ശിർക്കിനെ നിസാരവൽക്കരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതെപ്പോഴാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ശിർക്കിലേക്ക് പോയി, പിശാച് പൂജയിലേക്ക് പോയി, ശൈത്താൻ ആരാധിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളല്ല പോയത്. ഞങ്ങൾ സലഫി ലോകം പറയുന്നതേ പറയുന്നുള്ളൂ. നിങ്ങളാണ് ഇപ്പൊ ശിർക്കിനെ നിസാരവൽക്കരിച്ചത്. അന്ന് പോലും സുഹൃത്തുക്കളെ ചെറിയ മുണ്ടത്തിന്റെ ലേഖനം നമ്മൾ ഉയർത്തിക്കാട്ടിയിട്ടില്ല. ചെറിയ മുണ്ടം ശബാബിൽ എഴുതിയ പാലം പണിയെ നമ്മൾ വിമർശിച്ചു. അവസാന ജമിയത്തിന്റെ മീറ്റിങ്ങിൽ പറഞ്ഞു ഞാൻ സ്വന്തം അഭിപ്രായ പ്രകാരം എഴുതിയതാണ്, ആരും പറഞ്ഞിട്ട് എഴുതിയതല്ല, ആരോടും ഞാൻ ന്യായീകരിക്കാനും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറയുകയും അത് തീരുമാനാക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് ഇത് ശിർക്കായിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ മൂവർ സംഘം പറയുന്നു ചെറിയ മുണ്ടം എഴുതിയത് ശിർക്കാണ്. ഇന്നലെയോ മറ്റോ കോടമ്പുഴയിൽ മടവൂരികളും അഹ്സനിമാരും തമ്മിലുണ്ടായ വാദപ്രതിവാദത്തിൽ പലവട്ടം ചോദിച്ചപ്പോൾ അവസാനം പറഞ്ഞു ഇന്നിറങ്ങിയ ശബാബിൽ അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. 30 കൊല്ലത്തിന് ശേഷം 30 കൊല്ലത്തിന് ശേഷം അപ്പോൾ വാദപ്രതിവാദത്തിന് ഞങ്ങൾ പോകുന്നുണ്ട്. അവിടെ ചോദ്യം വരും, അവിടെ ഒന്നൊന്ന് എഴുതിയേക്കണം. ആരാ എഴുതി? ചെറിയ മുണ്ടല്ല കേട്ടോ, ഇപ്പൊ കിനാരൂരോ മറ്റോ ആരാണ് എഴുതുന്നത് എഡിറ്റോറിയൽ, അതിൽ എഴുതിയിട്ടുണ്ട് അത്ര, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ ചെറിയ മുണ്ടം എഴുതിയത് 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ മടവൂരികൾ ശിർക്കെന്ന് പറയുന്നത്, ഇവര് ശിർക്കെന്ന് പറഞ്ഞതും. ഇപ്പൊ വാദിക്കുന്ന എന്താണെന്നറിയോ? അബ്ദുൽ ജബ്ബാർ മൗലവി ചെറിയ മുണ്ടത്തിൻ്റെത് കടമെടുത്തതാണെന്നാ. വാസ്തവത്തിൽ അതാണോ? അല്ല. നമ്മൾ മുമ്പേ പറഞ്ഞു വരുന്നൊരു സംഗതിയാണിത്. 2004 മണ്ണാർക്കാട് സംവാദം നടന്നു. മണ്ണാർക്കാട് സംവാദത്തിൽ സമദിയത്തുമായിട്ട് അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും വന്നു. 200ഓളം മുഖാമുഖം നടത്തി അഹങ്കാരത്തിലാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത്. അവിടെ വെച്ച് യായിബാദെന്ന് ചോദിച്ചു. അതിന് ഈ ഉള്ളവൻ കൊടുത്ത മറുപടി എന്തായിരുന്നു? അന്ന് അനീഫ് കായക്കൊടിയുണ്ട്, മജീദ് സലാഹി ഉണ്ട്, അംസബാക്കവി ഉണ്ട്, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അന്ന് കൊടുത്ത മറുപടിയാണ് സുഹൃത്തുക്കളെ ആദ്യമായി നിങ്ങളെ കേൾപ്പിക്കുന്നത്. 2004 കൊടുത്ത മറുപടി കേട്ടോളൂ. ൊന്നും ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന തവസ്സുല അവിടെ. ഹദീസുൽ വരിയിലുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി അഗീസുനി എന്ന് കൽപ്പനയുണ്ട് എന്നാ. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോൾ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിഗാസയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാല് നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നത് അവർക്ക് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്.
അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുണ്ട്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. പിന്നെ അപ്പൊ വിഷയം വളരെ വ്യക്തമാണ്. 80കളിൽ ചെറിയ മുണ്ടം എഴുതി, ആരും എതിർത്തില്ല. അതേ ആദർശം തന്നെയാണ് ഇവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് 2004 മണ്ണാർക്കാട് ഞാൻ പറഞ്ഞത്. 8 കൊല്ലം ഇവിടെ കടന്നുപോയി. അതിനുശേഷം എത്ര സംവാദങ്ങൾക്ക് KJN അയച്ചു, ഇടമുട്ടത്ത് അയച്ചില്ലേ, ഒസങ്കടിയിൽ അയച്ചില്ലേ? എന്നോട് പറഞ്ഞോ സക്കരിയ ഇങ്ങനെ പറയാൻ പാടില്ലത് ശിർക്കൻ വാദമാണെന്ന്? പറഞ്ഞിട്ടില്ല. കാരണം ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാത്രം ഒറ്റപ്പെട്ട ആദർശമല്ല, ചെറിയ മുണ്ടത്തിന്റെ മാത്രം വാദമല്ല. ലോക സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെ ലജ്ന ദായിമയുടെ സൗദിയിലെ ഉന്നത പണ്ഡിത സമിതിയുടെ ഫത്വ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അധ്യക്ഷനായ ലജ്ന ദായിമ കൊടുത്ത ഫത്വയിൽ ഈ പറഞ്ഞ ഇബാദല്ലാ എന്ന വിളി അത് പ്രാർത്ഥനയാണ്, ശിർക്കാണ് എന്ന് സ്ഥാപിച്ചു എന്നാ പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കുക. എന്നിപ്പോ സലാഹി സംഗമം നടന്നു, അവിടെയും ആദർശ വിശദീകരണം തന്നെയാ. ഈ പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കൽ തന്നെയാണ് നടന്നത്. എല്ലായിടത്തും പതാ ജിന്ന് പറയാൻ പാടില്ല എന്ന് പറയും. കമ്മിറ്റി വന്നിട്ട് ജിന്നല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? ജിന്ന് പറയേണ്ട നേരത്ത് ഞങ്ങൾ പറയും, നിങ്ങൾ പറയണ്ടെന്ന് അതിന്റെ അർത്ഥം. അതല്ലേ അതിന്റെ അർത്ഥം? 2002 മുതൽ മടവൂരികൾ കുത്തിപ്പൊക്കി ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ട് ഇതുവരെയും അതിന് വ്യക്തമായൊരു തീരുമാനം പറയാതെ ഒരു കീറാമുട്ടിയായി കിടക്കുക. ഇന്ന് വരെയും KNM ദായിമാരെ വിളിച്ചു കൂട്ടിയിട്ട് മക്കളെ ഈ വിഷയത്തിൽ നിങ്ങൾ ഇന്നതാണ് പറയേണ്ടത്, ഇന്നത് പറഞ്ഞൂടാ, ഇന്നത് സ്വഹീഹാണ്, ഇന്നത് ലഈഫാണ് പറയാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. എന്താ കേരളത്തിലെ സെൽഫികൾക്ക് മാത്രം ഇതൊരു കീറാമുട്ടി? നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ മാത്രം ഇതൊരു കീറാമുട്ടിയാകാൻ കാരണം ലോകത്തെവിടെയൊക്കെ സെൽഫി സംഘടനകളുണ്ട്. ജമാഅത്ത് അൻസാർ സുന്ന ഇല്ലേ മിസ്റിൽ, ജമാഅത്ത് അൻസാർ സുന്ന ഇല്ലേ സുഡാനില്, അതുപോലെ ജമാഅത്ത് തൗഹീദ് എന്ന് പറയുന്ന സംഘടനകൾ അമേരിക്കയിലും മറ്റുമൊക്കെ ഇല്ലേ? അറബി ലോകത്തെ സെൽഫികളില്ലേ? സൗദി അറേബ്യയിലില്ലേ? ദുബായിലില്ലേ? UAE-യിലില്ലേ? കുവൈത്തിലില്ലേ? കുവൈത്ത് ജമിയത്ത് ഹിയാത്തുൽ ഇസ്ലാമി ഇല്ലേ? അവർക്കൊന്നും ഇതൊരു കീറാമുട്ടിയായിട്ടില്ലല്ലോ. അവരുടെയൊക്കെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്താ നിലപാട് സ്വീകരിച്ചത് അത് തന്നെയാണ് നമ്മളും സ്വീകരിക്കേണ്ടത് എന്നാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റാൻ പാടില്ല, ഇത് മാറ്റണം എന്നാണ് ഇപ്പോഴത്തെ പുതിയ തീരുമാനം. നിങ്ങൾ നോക്കൂ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, സുഇല ശൈഖുനാ അൻ ഹദീസ് യാ ഇബാദല്ലാഹി ഇഹ്ബിസു. വാഹന മൃഗം നഷ്ടപ്പെട്ട് വിജന സ്ഥലത്ത് വെച്ച് അപ്പോൾ ഉറക്കെ വിളിച്ചു പറയണം, അള്ളാഹുവിന്റെ അടിമകളെ അതിനെ പിടിച്ചു വെക്കണം. ഇത് പല റിപ്പോർട്ടുകളിൽ ഒന്നാണ്. ഇബാദുള്ളാഹിറ്റ് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെ കുറിച്ച് ഷെയ്ഖിന്റെ മറുപടി എന്താ? മഹല്ലു നദറിൻ ഫീ സിഹ്ഹതിഹി, അത് സഹീഹാണോ എന്ന കാര്യം സംശയമാണ്, അത് ആലോചിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ദുർബലമാണ് എന്നതിലേക്കുള്ള സൂചനയാണ്. വഖദ് യകൂനു മിനൽ മലായികതി വമിൻ മുഅ്മിനി അൽ ജിന്നി. ഇബാദുല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ജിന്നുകളോ മലക്കുകളോ ആയിരിക്കും. വഹാഉലായി ഹാദിറൂൻ, ഇവർ ഈ വിഭാഗങ്ങൾ അവിടെ ഹാജറുള്ളവരാണ്, പ്രസന്റ് ആണ്. വലൈസ ദുആഅൻ ലിഗായിബിൻ, ഇതൊരിക്കലും മറഞ്ഞവരോടുള്ള പ്രാർത്ഥനയല്ല, അതുകൊണ്ട് അത് ശിർക്കുമല്ല. കണ്ടോ? അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഈ ഫത്വ മൂടി വെച്ചിട്ടാണ് ലജ്ന ദായിമ ഇതിനെതിരായി ഫത്വ കൊടുത്തിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നത്. ഞാൻ 2-3 സ്ഥലത്ത് വായിച്ചപ്പോ അനീഫ് കായക്കോടിയും അബ്ദുറഹ്മാൻ സലഫിയും മറുപടി പറയാൻ ശ്രമിച്ചെന്താ അറിയോ? അത് ഷെയ്ഖ് അവറുകൾ സ്വന്തം കൈകൊണ്ട് എഴുതിയ ബുക്കല്ല. കണ്ണ് കാണാത്ത ഇബ്നു ബാസ് കൈകൊണ്ട് എഴുതുമോ സലഫി? എന്താ ഈ പറയണത്? വേറെ കിതാബൊക്കെ മൂപ്പര് കൈകൊണ്ട് എഴുതിയതാ. അപ്പൊ മൂപ്പർക്ക് അത് ഫത്വ സഹിക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇനി പറയാണ് ഇബ്നു ബാസ് കൈകൊണ്ട് എഴുതിയല്ലാന്ന്. കണ്ണ് കാണാത്ത ഇബ്നു ബാസ് ഒന്നും കൈകൊണ്ട് എഴുതിയിട്ടില്ല. അനീഫ് കായക്കൊടി സ്ഥലത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കായക്കൊടി ഇമാം ഷാഫിയുടെ അല്ലും ആരെഴുതിയതാ? നിങ്ങളല്ലേ ഇമാം ഷാഫിയുടെ എന്തെന്ന് പറഞ്ഞ തലശ്ശേരി സംഭവത്തിൽ വായിച്ചത്? ഇമാം ഷാഫി എഴുതിയതാ? ശിഷ്യന്മാർ പിൽക്കാലത്ത് ക്രോഡീകരിച്ചതല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ വളരെ വ്യക്തമാണ്, ഇബാദുള്ളയിൽ ശിർക്കില്ല, പ്രാർത്ഥന ഇല്ലാന്ന് ഈ അടുത്ത് മരിച്ചു ഇബ്നു ബാസ് വരെ പറഞ്ഞ് ഇത് മറച്ചു വെക്കാണ്. ഇത് ഇവർക്ക് കൊടുത്ത ഫോട്ടോസ്റ്റാറ്റിലില്ല. അപ്പൊ ഇന്നലെ ജാമ്യയിൽ ഇന്നും ഇന്നലെയൊക്കെ വിതരണം ചെയ്ത ഫോട്ടോസ്റ്റാറ്റിൽ ഇതില്ല. ചെറിയ 2 വരി ഫത്വ ഇല്ല. എന്നിട്ട് ജജ്ജിന്റെ ഫത്വ വായിച്ച് തെറ്റിദ്ധരിപ്പിക്കാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ 2004 നമ്മൾ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. അത് തിരുത്താൻ പാടില്ല എന്നാണ് KJ യോഗത്തിൽ ഞാൻ പറഞ്ഞതായി എൻ്റെ നിലപാട്. ഇത് നമ്മൾ മാറ്റാൻ പാടില്ല. ലോകത്തുടനീളമുള്ള സലഫി സംഘടനകൾ പറയുന്നതിന് വിരുദ്ധമായി നമ്മൾ കേരളത്തിൽ 4 ആൾ മാത്രം ഇങ്ങനൊരു പുതിയ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. അതാ ഞാൻ പുറത്തു വരാനുണ്ടായ കാരണം. അത് പറ്റൂല, അബ്ദുറഹ്മാൻ സലഫി എഴുതി കൊണ്ടുവന്നതിൽ ഒപ്പിടന്നെ വേണം എന്ന്. നോക്കുകൾ, ചെറിയ മുണ്ടം പറഞ്ഞത് ശിർക്കാണെങ്കിൽ ചെറിയ മുണ്ടത്തിന്റെ ഖുർആൻ പരിഭാഷയാണ് ഇപ്പോൾ നാട് മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നത്. 10,000 കണക്കിന് കോപ്പിയ സൗദിയിൽ അച്ചടിച്ചിട്ട് ഹാജിമാരായ മലയാളികൾക്ക് വിതരണം ചെയ്യുന്നത്.
നമ്മൾ സലഫികളാണെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവിടുത്തെ പണ്ഡിതന്മാർ അത് ഉപയോഗിക്കുന്നത്. ഇപ്പം ഈ മുശ്രിക്കിൻ്റെ ഖുർആൻ പരിഭാഷ ഉപയോഗിക്കാൻ പറ്റുമോ? സ്നേഹസംവാദം മാസികയിൽ അമുസ്ലിങ്ങൾ കൂടി തൗഹീദ് പഠിപ്പിക്കുന്ന മാസികയാണ്. അതിന് ഫത്വ കൊടുക്കുന്നത്, ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് ചെറിയ മുണ്ടാണ്. ഈ മുശ്രിക്കിന് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? മടവൂരികളും മറുപടി പറയണം, നവമടവൂരികളും മറുപടി പറയണം. എന്താ ഇപ്പോൾ സംഭവിച്ചത്? ആരെയാണ് ശിർക്കാരോപിച്ചത്? ഇപ്പൊ ശൈഖ് ഇബ്നു ബാസ് മുശ്രിക്കായിപ്പോയി. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം മുശ്രിക്കായിപ്പോയി. കാരണം എന്താ? അദ്ദേഹം ഒരു യാത്രയിൽ വഴിതെറ്റി മരുഭൂമിയിൽ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യാ ഇബാദല്ലാഹ് ദുല്ലൂനാ അല തരീഖ്, അള്ളാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വഴിയിലെത്തിച്ചേർന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അബ്ദുറഹ്മാൻ സലഫി പറയാണ് അത് മനുഷ്യനെയാണ് ഉദ്ദേശിച്ചത്. മനുഷ്യനെ ഉദ്ദേശിച്ച അതൊരു വാർത്ത. ആളില്ലാത്ത സ്ഥലത്ത് മൂപ്പര് പറയാണ് മണ്ടിയേരിയോ കേട്ടോ. അങ്ങനെയല്ല പറയേണ്ടത്, യാ അല്ലാ എന്നാ പറയേണ്ടത്. യാ അല്ലാ എന്നാ വിജന സ്ഥലത്ത് പറയേണ്ടത്. യാ റഹ്മാൻ എന്നാ പറയേണ്ടത്. യാ ഇബാദല്ലാ എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? ഹദീസ് ദുർബലമാണ്. ഇമാം അഹ്മദ് ചെയ്തതും ഇമാം നവവി ചെയ്തതൊക്കെ ഹദീസ് സഹീഹാണെന്ന വിചാരത്തിലാ. പക്ഷെ സഹീഹാണെങ്കിൽ പോലും അതിൽ പ്രാർത്ഥന ഇല്ല. അതാ നമ്മളെ വിഷയം. മുസ്ലിയാക്കന്മാർ അഹ്മദ് ബിൻ ഹംബലിന്റെ ഇസ്തിഗാസ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം കൊണ്ടുവരും. നമ്മൾ ചോദിക്കും, മുസ്ലിയാരെ നമ്മൾ തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസ എവിടെ? ശബ്ദം കേൾക്കുന്ന പരിധിയിൽ മലക്കോ ജിന്നോ ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിൽ പ്രാർത്ഥനാഭാവമല്ല, അഭൗതിക വിശ്വാസമല്ല. ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഇവിടെ ഉണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇമാം അഹ്മദ് വിളിച്ചത്. അല്ല, അവൾ മനുഷ്യരാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി ഒരു പൊട്ടക്കിണറ്റിൽ വീണു നിൽക്കുക, എന്നിട്ട് വണ്ടിയേരിയോ എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ ആരൊക്കെ ഒച്ച കേട്ടിട്ട് പിടിച്ച് കയറ്റി. ഇയാൾ ചെന്നിട്ട് അനീഫ് കായക്കൊടിയോട് പറയാണ്, അനീഫ ഇതൊരു ചരിത്ര സംഭവമാണ്, ഇത് രേഖപ്പെടുത്തണം, അടുത്ത തലമുറകൾ വായിക്കട്ടെ. ഒറ്റപ്പെട്ട സ്ഥലത്ത് അബ്ദുറഹ്മാൻ സലഫി പൊട്ടക്കിണറ്റിൽ വീണു, വണ്ടിയേരിയോ എന്ന് പറഞ്ഞ് ആളുകൾ വന്നു, കൈപിടിച്ചു കയറ്റി. അത് എഴുതി വെക്കണം, ചരിത്ര വിദ്യാർത്ഥികൾ വായിക്കട്ടെ. അതിൽ വല്ല അത്ഭുതമുണ്ടോ? അത് എഴുതി വെക്കേണ്ട വിഷയമുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, മനുഷ്യനാണ് ഉദ്ദേശം എന്ന് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയതാണ്. മലക്കുകളും ജിന്നുകളുമാണെന്ന് എത്രയോ സലഫി പണ്ഡിതന്മാര് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതൊന്നും ഇപ്പൊ ഇവർക്ക് പറയാൻ ധൈര്യമില്ല. ലൈസ ഹുവ മിൻ ജിൻസിൽ ഇസ്തിആനത്തി ശിർകിയ്യ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയാത്ത കാര്യങ്ങളിലുള്ള സഹായാർത്ഥന ശിർക്കിയായ സഹായാർത്ഥന അല്ല അത് എന്ന് അബ്ദുൽ ലത്തീഫ് അബ്ദുറഹ്മാൻ ബിൻ ഹസൻ റഹിമഹുല്ലാ അൽ ബറാഹിനുൽ ഇസ്ലാമിയ എന്ന ഗ്രന്ഥത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അല്ലാമ അഹ്മദ് ബിൻ ഇബ്രാഹിം ബിൻ ഈസ അദ്ദേഹം പറഞ്ഞു, ഫഖദ് ജഅലല്ലാഹു ഇബാദൻ മിനൽ മലായികത്തി ഔ സാലിഹി അൽ ജിന്നി. അല്ലാഹു അവിടെ അവന്റെ അടിമകളിൽപ്പെട്ട മലക്കുകളെ അല്ലെങ്കിൽ സാലിഹായ ജിന്നുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വിളി ഇങ്ങനെ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ കേൾക്കുന്ന പരിധിയിൽ അല്ലാഹ് മലക്കുകളെ ജിന്നുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ ഇബ്നു സഹ്മാൻ അദ്ദേഹത്തിന് അസ്സവാഇഖുൽ മുർസല എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, വഅലാ തഖദീരി സുഹതിഹി ഇന്നമാ യുഫീദു നിദാഅ ഹാളിരിൻ. ഹദീസ് ദുർബലമാണ്. ഇനി സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഹാജറുള്ളവരെ വിളിക്കുന്നത് മാത്രമേ ആ ഹദീസ് അറിയിക്കുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് എത്രയുള്ളൂ, കനിദാ സൈദിൻ അംറൻ, സൈദ് അംറിനെ വിളിക്കുന്നത് പോലെയാണ്. ലിയുംസിക ദാബത്തൻ ഔ ലിയുർജിഅഹ, തന്റെ വാഹനമൃഗത്തെ പിടിച്ചു വെക്കാനോ തിരിച്ചു കൊണ്ടുവരാനോ. എന്നിട്ടോ അദ്ദേഹം പറയാണ്, ഔ ലിയുനാബിലഹു മാഅൻ ഔ തആമൻ, വെള്ളമോ ഭക്ഷണമോ എനിക്ക് തരൂ എന്ന് പറയുന്നത് പോലെയാണ്. ഔ നഹബദാലിക വഹാദാ മിമ്മാ ലാ നിസാഅ ഫീഹി, ഇത് തർക്കമുള്ള കാര്യമല്ല. ഗായത്തു മാ ഫിൽ ബാബി അന്ന അംറൻ മസലൻ മഹ്സൂസുൻ, ഇതിലുള്ള എത്രയുള്ളൂ, അംറാവുമ്പോൾ നമ്മൾ കാണുന്ന ആളാണ്. വഹാഉലാഇ ലാ യുറൗന, ഇവർ കാണപ്പെടുകയില്ല. ലിഅന്നഹും ഇമ്മാ മുസ്ലിമു വൽ ജിന്നി, ഒന്നുകിൽ മുസ്ലിം ജിന്നുകളാണ്, ഔ മലായികത്തും മുകല്ലിമൂന, അല്ലെങ്കിൽ സംസാരിക്കുന്ന മലക്കുകളാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ പല പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. ഞാനിതൊക്കെ പറിച്ചെന്താ വെച്ചാൽ, അങ്ങനെ ഒരു കിതാബിനുമില്ല, മലക്കാന്നും ചെന്നാന്നും ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയും. ഷെയ്ഖ് മഹ്മൂദ് ശുക്രി അൽ ആലൂസി റഹിമഹുല്ലാ, അദ്ദേഹം നമ്മുടെ തഫ്സീർ എഴുതിയ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ മന്നാൻ തതിമ്മത്തു മിൻഹാജ് തഅ്സീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഹാഉലാഇ ലാ യുറൗൻ ലിഅന്നഹും മിമ്മാ മുസ്ലിമു വൽ ജിന്നി ഔ മലായികത്തും മുവക്കലൂൻ ലാ നിദാ അലാ ഷൈഇൻ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അതുപോലെ അബ്ദുറഊഫുൽ മനാവി പറഞ്ഞു, ഇൻസിയൻ ഔ ജിന്നിയൻ ഔ മലക്കൻ ലാ യഗീബു. അതുപോലെ അല്ലാമ ഹമദ് ബിൻ നാസിർ പറഞ്ഞു, ഐ സാലിഹി അൽ ജിന്നി അവിൽ മലായിക ഔ മിമ്മൻ ലാ യഅലമുഹു.
അതൊക്കെ ഞാൻ വായിച്ചത് എന്തിനാ അറിയോ? ഇപ്പൊ ചില ആളുകൾ പറഞ്ഞ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല, മലക്കും ജിന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പറയുന്നേ, അഹ്ലുസുന്നത്തിന്റെ കിതാബുകളിലേക്ക് മടങ്ങണം ഇൽമു പഠിക്കാൻ. അതാണ് സലഫു സാലികളുടെ ചര്യ മടക്കണമെന്ന് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്കറിയോ, ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിലുണ്ട് ഹദീസ്. പഴയത് പുതിയതായി കൊണ്ടുവന്ന ഹദീസൊന്നല്ല. അദ്ദേഹം മൃഗം വഴിതെറ്റിയാൽ പറയേണ്ട ദിക്റുകളുടെ കൂട്ടത്തിലാണ് അത് എണ്ണിയത്. അത് കഴിഞ്ഞ് ഇമാം ബൈഹഖിയുടെ അൽ ആദാബ്. ഇമാം ബൈഹഖിക്ക് എത്ര പൗരാണികനാണ് സുഹൃത്തുക്കളെ. 458 അദ്ദേഹം മരിക്കുന്നത്, 5-ാം നൂറ്റാണ്ടില്. അദ്ദേഹം പറയുന്നത് എന്താ? ഹാദാ മൗഖൂഫുൻ അല ഇബ്നു അബ്ബാസ്. റസൂൽ വരെ എത്തുന്ന ഹദീസ് അല്ല ഇത്, ഇബ്നു അബ്ബാസിൽ മൗഖൂഫാണ്. അതേസമയം മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, സാലിഹീങ്ങളായ പണ്ഡിതന്മാർ മുൻകാലത്ത് ഇത് പ്രവർത്തിച്ചവരാണ്. അവർ ശിർക്ക് പ്രവർത്തിച്ചപ്പോൾ അത് സലഫ് സാലിഹീങ്ങളെ പറ്റി പറയണത്. ബൈഹഖി ഇത് പറയുമ്പോൾ ആരെ പറ്റിയാ? താബികൾ, താബികൾ പോലുള്ളവരെ പറ്റിയാ പറയുന്നത്. ഇമാം അഹ്മദ് അതനുസരിച്ച് പ്രവർത്തിച്ചില്ലേ? വേണ്ട, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന് കലിമുത്ത് തയ്യിബ് എന്ന പ്രാർത്ഥനാ ഗ്രന്ഥത്തിൽ ഇത് കൊടുത്തില്ലേ? 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച തൗഹീദിന്റെ നേതാവല്ലേ അദ്ദേഹം? അദ്ദേഹത്തിന്റെ ശേഖ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ 751 ഹിജ്റയിൽ മരിച്ച ആളാണ്. അദ്ദേഹത്തിൽ വാബിലു സയ്യിബിലില്ലേ, ഇബ്നുൽ ഹാജിൽ അൽ മദ്ഖലിലില്ലേ, അതുപോലെ തന്നെ ഇമാം നവവിയുടെ അൽ അദ്കാറിലില്ലേ. നവവി ഇത്ര കൂടി പറഞ്ഞു, ഹഖാലി ബഅദു ശുയൂഖിനൽ കിബാർ ഫിൽ ഇൽമി അൻഹു ഇൻഫലതത് ലഹു ദാബത്തൻ അള്ളുഹാ ബഗലതൻ. എന്റെ ചില ശൈഖ് വലിയ വലിയ ഗുരുനാഥന്മാരിൽ നിന്നും എനിക്ക് ഇങ്ങനെ വിവരം കിട്ടിയിട്ടുണ്ട്. അതായത് അവരുടെ ഒരു വാഹന മൃഗം തെറ്റിപ്പോയി, വഴി കൈവിട്ടുപോയി. ഒരു കോവർ കഴുതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വകാന യഅരിഫു ഹാദൽ ഹദീസ്. അപ്പൊ ആ ശൈഖ് അദ്ദേഹത്തിന് ഈ ഹദീസ് ഓർമ്മ ഉണ്ടായിരുന്നു. ഫഖാലഹു, അദ്ദേഹം അത് പറഞ്ഞു, യാ ഇബാദല്ലാഹി ഹബിസുന്നു ഫഹബിസഹല്ലാഹു അലൈഹിം ഫിൽ ഹാൽ. അല്ലാഹ് അവിടെ പിടിച്ചു വെച്ച ആ സമയത്ത്. ഇനി നവവി എന്നെ പറയാം, വകുന്തു അന മറത്തൻ മഅ ജമാഅത്തിൻ, ഞാനൊരു സംഘത്തോടൊപ്പമായിരുന്നു. ഫംഫലത്തു മിന്നാ ബഹീമത്തുൻ വഅജസു അന്നാ, എൻ്റെ ഒരു മൃഗം പൊളിച്ചോടിപ്പോയി, കൈവിട്ടുപോയി. അങ്ങനെ കിട്ടാതെയായപ്പോൾ ഫഖുൽതുഹു, ഞാൻ ഈ വാക്ക് പറഞ്ഞു. ഫവഖഫ്തു ഫിൽ ഹാൽ ബിഗൈരി സബിൽ സിവാ ഹാദൽ കലാം, ഈ വാക്കല്ലാതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വാഹന മൃഗം അവിടെ വന്നു നിന്നു. ഇത് നവവി പറഞ്ഞത് മൂവാറ്റുപുഴ സംവാദത്തിൽ ചോദിച്ചു. അത് ശിർക്കന്നെ, നവവി ചെയ്തത് ശിർക്കന്നെ. അവസാനം പറഞ്ഞു, ഇതാ ഇമാം ഷൗക്കാനി, നിങ്ങൾ മുഹമ്മദ് കുട്ടശ്ശേരി എഴുതി കേന്നം പ്രസിദ്ധീകരിച്ച സലഫി പ്രസ്ഥാനത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ അൾജീരിയയിലും മറ്റും ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയം പ്രചരിപ്പിച്ച സാക്ഷാൽ വഹാബി എന്ന് നിങ്ങളെ കേന്നമിന്റെ ബുക്കിൽ പറഞ്ഞ ഷൗക്കാനി, അദ്ദേഹം ഇതാ പറയുന്നു, വഫിൽ ഹദീസ് ദലീലുൻ അലാ ജവാസിൽ ഇസ്തിആനതി ബിമൻ ലാ യറാഹുൽ ഇൻസാൻ. മനുഷ്യർ കാണാത്ത, കണ്ണിൽ കാണാത്ത ആളുകളോട് സഹായം ചോദിക്കുന്നത് ജായിസാണെന്ന് ഇതിൽ തെളിവുണ്ട്. ആരൊക്കെ? മിൻ ഇബാദില്ലാഹി മിനൽ മലായിക, അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട മലക്കുകൾ, വസാലിഹി അൽ ജിന്നി. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളതനുസരിച്ച് അമൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഹദീസ് ദഈഫാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. പക്ഷെ സഹീഹാണെങ്കിൽ പോലും അവർ ചെയ്തതിൽ ശിർക്കില്ല. ചില ആളുകൾ ചോദിക്കുന്നു, ഇമാമിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ നമ്മളത് സ്വീകരിക്കണോ? നമ്മൾ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അവരെ മുശ്രിക്കാക്കി ചിത്രീകരിക്കണ്ട. ഇമാം നബി ശിർക്ക് ചെയ്താ ഞങ്ങളത് പറയും, ഇമാം ഷൗക്കാനി ശിർക്ക് ചെയ്താ ഞങ്ങളത് പറയുമെന്നൊക്കെയാണ് മൂവാറ്റുപുഴ സംവാദത്തിൽ പറഞ്ഞത്. ഷൗക്കാനിയെ സംബന്ധിച്ച് ഒരു കൊല്ലം മുമ്പ് വരെ ചോദിച്ചപ്പോൾ അനസ് മുസ്ലിയാർ എന്താ മറുപടി കൊടുത്തെന്ന് ഞാൻ ഇവിടെ ക്ലിപ്പിട്ട് കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയോ? മുൻഗാമികളായ ആരും ഇത് കാണാത്തതല്ല ഈ ഹദീസ്. ചില ആളുകൾ പറയും ലഈഫായ ഹദീസിനെ പറ്റി എന്തിനാ ചർച്ച? ലഈഫായ ഹദീസിനെ പറ്റി എത്ര പുസ്തകത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. KPയുടെ അത്തവസ്സുൽ എത്ര ലഈഫായ ഹദീസിനെ പറ്റി ചർച്ച ഉണ്ട്. അൽ ഇസ്തിഗാസ എത്ര ലഈഫായ ഹദീസിനെ പറ്റി ചർച്ച ഉണ്ട്. അപ്പൊ എതിരാളികൾ തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ചർച്ച ചെയ്യും, അതിന്റെ സനദും മത്തിനും ഒക്കെ ചർച്ച ചെയ്യും. ശൈഖ് നാസറുദ്ദീൻ അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസുൽ ലഈഫ, ദുർബല ഹദീസുകളുടെ സീരീസ് പുസ്തകം, 6000-ഓളം ഹദീസുകൾ ഇസ്ലാമിക ലോകത്ത് പ്രചരിച്ചിട്ടുള്ള 6000-ഓളം ദുർബല ഹദീസുകൾ അദ്ദേഹം ഗ്രന്ഥങ്ങളിലാക്കി. എന്തിനു വേണ്ടി? ഇതാ ഇങ്ങനത്തെ കള്ള ഹദീസുകളെ പേടിക്കണം, സൂക്ഷിക്കണം, ഇത് അമലിൽ കൊണ്ടുവരരുത് എന്ന് പറയാൻ വേണ്ടി. അപ്പൊ സുഹൃത്തുക്കളെ, ഈ വക വിഷയങ്ങളിലൊക്കെ ലോകത്തുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ നിലപാടെന്തോ അത് തന്നെയായിരുന്നു ഇത്രകാലവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ആ നിലപാട് മാറ്റി തൗഹീദിൽ ഒരു പുതിയ തിരുത്തൽ വരുത്തണമെന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ 2007 ഏപ്രിൽ എഴുതിയ ഇസ്ലാഹ് മാസിക, അതിൽ ശിർക്കുണ്ട് എന്ന് പ്രചരിപ്പിച്ച് നടക്കുന്നവർ, അവർ തന്നെ നേരത്തെ അതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞവരാണ്. നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആദർശ വിശദീകരണത്തിൽ അതിന്റെ മാനദണ്ഡം ഒന്ന് പറയണം. അന്ന് ശിർക്കില്ല എന്ന് പറഞ്ഞത് എന്തു മാനദണ്ഡത്തിന്റെയും ഏത് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ്?
ഇപ്പോൾ അതിൽ ശിർക്കുണ്ടെന്ന് യോഗം കൂടി തീരുമാനിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിന്റെ പോലെ ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് കാര്യം ശിർക്കാണെന്ന് പറഞ്ഞത് പിന്നെ ശിർക്കല്ല എന്ന് പറഞ്ഞു. വോട്ട് ചെയ്യൽ ശിർക്കാണ്, കോടതി പോലെ ശിർക്കാണ്, പിന്നെ ശൂറ കമ്മിറ്റി കൂടി ശിർക്കല്ല എന്ന് പറഞ്ഞു. നമ്മൾ അതിനെ വിമർശിക്കുന്നവരല്ലേ? അങ്ങനെ ഇസ്ലാമിന് ശിർക്കായ ഒരു കാര്യം പിന്നെ ശിർക്കല്ലാതാവോ എന്ന് ചോദിക്കുന്നവരല്ലേ നമ്മൾ. ഇനി നമുക്കത് ചോദിക്കാൻ കഴിയോ? നിങ്ങൾ കേട്ടോളൂ, അനസ് മൗലവി അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഈ വാചകത്തെ അമ്പലക്കടവ് ഫൈസി കോട്ടിമാട്ടിയപ്പോ അതിന് ക്ലിപ്പിട്ട് മറുപടി പറയുന്നത് കേട്ടോളൂ. ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമല്ല പകലും ജിന്നിനോട് സഹായം ചോദിക്കാനാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മുടെ നാടിന്റെ മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലതാ. ഇപ്പൊ പറഞ്ഞത് അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുത്തരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതൊട്ടിങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. കണ്ടോ ഈ മറുപടി? ഇനിയിപ്പോ അദ്ദേഹത്തിന് പറയാൻ കഴിയോ? ഇനിയിപ്പോ SKSSFന്റെ ഓഫീസിൽ പോയിട്ട് പറയണം, ഉസ്താദേ നിങ്ങളാ പറഞ്ഞത് കളവ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കളവാണ്, സത്യം എന്നാണ് എന്ന് പറയണം. കാരണം ഇപ്പൊ ഇവർ പറഞ്ഞതിൽ ശിർക്കുണ്ട് എന്നാണ്. അമ്പലക്കടവ് എന്തു പറഞ്ഞു അതാണ് ഇപ്പൊ അനസ് മുസ്ലിയാർ പറയുന്നത്. ഇനി കേട്ടോളൂ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും, ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല, അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷപ്പിക്കുന്ന വിജനമായ മരുഭൂമിയുടെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാന്ന് പറയുന്നത്. കണ്ടോ ആ വാചകം കോട്ടിമാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിന് അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒയ്ബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്തേ മൂപ്പര് പറഞ്ഞത്? ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്കും കേട്ടോട്ടെ, മനുഷ്യണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ന്യായീകരിച്ചെന്താ മഞ്ചേരി വന്നിട്ട് അറിയോ? ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ ആ വാചകത്തിൽ നിന്ന് ഒരു കാര്യം മാത്രമേ വിമർശിച്ചത് മറുപടി പറഞ്ഞിട്ടുള്ളൂ. അതായത് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥിക്കണമെന്നോ പ്രാർത്ഥിക്കേണ്ടതാണെന്നോ തേടാമെന്നോ തേടണമെന്നോ തേടേണ്ടതാണെന്നോ അതിന് കിട്ടൂല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ വാചകത്തിന് ശിർക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞതെന്താ? ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശാണ്. ഇത് മാത്രല്ല, അഭൗതികം, കാര്യകാരണ ബന്ധം, അതൊക്കെ ഞങ്ങൾ പണ്ടേ പറയുന്നുണ്ട്. ബാക്കി കേട്ടോളി. ഇവര് ചോദിക്കാൻ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുപടിയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ വന്ന് അവിടെ വന്ന് നിന്നപ്പോ അഗീസ് അഗീസ് എന്ന് ചോദിച്ചില്ലേ? അഗീസ് അഗീസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരാം. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും
ആരാണ് അർസിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല, അന്ന് ശബാബിൽ എന്നൊരു ചോദ്യമുണ്ട്. ഇതേ ചോദ്യം തന്നെ 1983 ആ കാലയളവ് 90 ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം. ആ ചോദ്യോത്തരം തൗഹീദ്, പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്ക്, അവിടെയുണ്ട്. ഇത് ഞാൻ നേരത്തെ വായിച്ച പുസ്തകമാണ്. ഇവന് വായിപ്പിച്ച് സമയം കളയണ്ട. അപ്പൊ ആ പുസ്തകം ഉദ്ധരിച്ചിട്ട് മൂപ്പര് പറയാണ്, എതിരാളികൾ ചോദിക്കലുണ്ട്, യാ ഇബാദല്ലാന്നില്ലേ, ആജറ ബീവി അഗിസ് അഗിസ് എന്ന് സഫാമറിന്റെ ഗതിയിൽ ഒച്ച കേട്ടപ്പോ ചോദിച്ചില്ലേ, സുലൈമാൻ നബി ജിന്നുകൾ സംസാരിച്ചില്ലേ, അതൊക്കെ ശിർക്കല്ലേ? അതിനൊക്കെ മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും അഭൗതികതല്ല, കാര്യകാരണബന്ധങ്ങൾക്ക് അധികം ചോദ്യത്തിലില്ല. അനസ് മുസ്ലിയാർ മറുപടി കൊടുത്തു എന്നല്ല, മുജാഹിദ് പ്രസ്ഥാനം കൊടുത്ത മറുപടിയാണ്. ആ മറുപടി ഇപ്പോൾ തിരുത്തി എന്നാ പറയുന്നത്. അതിൽ പ്രാർത്ഥന ഉണ്ടെന്ന് പറയണം. യാ ഇബാദല്ലാഹ് പറഞ്ഞാൽ അത് ദുആയാണ്, ശിർക്കാണ്. അഗീസ് അഗീസ് നാജറാബി പറഞ്ഞത് ശിർക്കാണ്. ആരൊക്കെയൊപ്പം മുശ്രിക്കാകുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു മൗഖൂഫായ റിവായത്താണിത്. മലക്കുകളാണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശം എന്ന് സൂചിപ്പിക്കുന്ന റിവായത്ത് ഇബ്നു അബ്ബാസ് വരെ എത്തുന്ന സനദ് ഹസനാണെന്നാ ശൈഖ് അൽബാനി പറയുന്നത്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുശ്രിക്ക്, ഹാജറാബി മുശ്രിക്ക്, സുലൈമാൻ നബി മുശ്രിക്ക്, ഇമാം അഹ്മദ് മുശ്രിക്ക്. ഈ മൂവർ സംഘം മാത്രം ഉണ്ടാവും മുശ്രിക്കല്ലാത്ത. ലോക സലഫി പണ്ഡിതന്മാരൊക്കെ മുശ്രിക്ക്. അബ്ദുസ്സലാം സുല്ലമിയുടെ ശിർക്ക് ആരോപണം ഇടവും വലവും നോക്കാതെ ഏറ്റുപിടിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗതികേടാണിത്. ഇനിയിപ്പോ മടവൂരിനോട് പോയി മാപ്പ് പറയണ്ടേ? 2007 മുതൽ ഞങ്ങൾ നിങ്ങളോട് ശിർക്കാണെന്ന് പറഞ്ഞത് പൊറുക്കണേ എന്ന് അവരുടെ മർക്കസ്താവിന്റെ മുമ്പിൽ പോയി കൂട് കെട്ടിയിട്ട് അബ്ദുസ്സലാം സുല്ലമിയോടും അതുപോലെ അലിമദനിയോടും കരിമ്പുലാക്കലിനോടും മറുപടി പറഞ്ഞോളൂ, മാപ്പ് ചോദിച്ചോളൂ. നിങ്ങളെ കുമ്പസാരം ജാമ്യയിൽ മാത്രം നടത്തിയാൽ പോരാ, മർക്കസിന്റെ പേര് നടത്തണം, SKSSF ഓഫീസിൽ നടത്തണം, അലിമദിന്റെ മുറയൂരെ പരി പോയിട്ട് നടത്തണം. എവിടെയൊക്കെ നടത്തണം നിങ്ങൾ കുമ്പസാരം? ഇസ്ലാമികമായ ഒരു ആദർശം, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു ആദർശം ഒരു കൂട്ടരങ്ങ് തിരുത്തുക. ആരവരെ തിരുത്താൻ ഏൽപ്പിച്ചത്? എന്നിട്ട് അവരങ്ങോട്ട് തൗബ ചെയ്തിട്ട് ആളുകളുടെ കണ്ടിറങ്ങുക, മറ്റുള്ളവരൊക്കെ അത് സ്വീകരിച്ചോളണം. മൂപ്പര നിലപാടെന്താ? അതായിരിക്കണം പ്രസ്ഥാനത്തെ നിലപാട്. കുറെ കാലം മൂപ്പര് ഇടതുപക്ഷ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി AKPCT ഉണ്ടാക്കാൻ വേണ്ടി നടന്നു. അപ്പൊ മൂപ്പര് ഇടതുപക്ഷത്തിന്റെ ആളാണ്. ഇപ്പൊ ലീഗിനെ കൂട്ടുപിടിച്ചിട്ട് സ്വന്തം ജ്യേഷ്ഠനെ പോലും പാര വെച്ചിട്ട് എപ്പിനെയും ടീപ്പിനെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം കിട്ടി. ഇപ്പോ ലീഗുകാരെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള വർത്താനങ്ങൾ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല ഇത്. ഇസ്ലാഹി പ്രസ്ഥാനം ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേക വിരോധമോ ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേക വിധേയത്വമോ ഒന്നുമില്ല. എല്ലാവരും മുജാഹിദ് പ്രസ്ഥാന പ്രവർത്തകരൊക്കെ രാഷ്ട്രീയം മനസ്സിലാക്കി സ്വന്തം നിലക്ക് ആര് കോട്ടിക്കിടന്ന് തീരുമാനിക്കലാ. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാറേ ഇല്ല. ഈ രീതിയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെത്. ഇയാൾ അവിടെയും പുതിയ പുതിയ നിലപാടുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും സുഹൃത്തുക്കളെ, ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല വിജനമായ സ്ഥലത്ത് വെച്ച് അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കണമെന്നോ അള്ളാഹിനല്ലാത്തവരെ വിളിക്കണമെന്നോ. ഈ ഹദീസ് നിങ്ങളെ കേൾപ്പിച്ചതും ഇതൊക്കെ കേൾപ്പിച്ചതും അവരാരും ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാനാണ്. എടവണ്ണയിൽ വെച്ച് അനീഫ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇമാമിങ്ങൾ ചെയ്തത് പറയുന്നത്? അവർ ശിർക്ക് ചെയ്തു എന്ന് പറയാനാണോ? വസീലത്ത് ശിർക്ക് ചെയ്തു എന്ന് പറയാനാണോ? ഹറാമാണെന്ന് പറയാനാണോ? ചെയ്യണമെന്ന് പറയാനാണോ? ചെയ്യരുതെന്ന് പറയാനോ? ആശയക്കുഴപ്പമുണ്ടാക്കുക. ആളുകളാകെ ബേജാറായി പോകും. അവരാരും ചെയ്തത് ശിർക്കല്ല എന്ന് പറയാൻ ഒരൊറ്റ വാക്കേ പറയേണ്ടുള്ളൂ. അത് പറഞ്ഞ ആശയക്കുഴപ്പമുണ്ടാവില്ലല്ലോ. ആശയക്കുഴപ്പമുണ്ടാക്കി ആളുകളെ ബേജാറാക്കി കൂടെ നിർത്തലാനുള്ള പരിപാടി. ഇമാമിങ്ങൾ ചെയ്തത് ഹദീസ് സഹീഹാണെന്ന നിലക്കാണ്. പക്ഷെ ഹദീസ് ലൈഫായതുകൊണ്ട് നമുക്ക് അതിന് മാതൃകല്ല. അതുകൊണ്ട് വിജനസ്ഥലത്തും ജനസ്ഥലത്തുമൊക്കെ യാ അല്ലാ എന്നാണ് വിളിക്കേണ്ടത്. വണ്ടിയേരിയോ നല്ല വിളിക്കേണ്ടത്, യാ ഇബാദല്ലാ നല്ല വിളിക്കേണ്ടത്. ചില ആളുകൾ ചോദിക്കാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരെ എന്ന് ചോദിക്കാണ്. എന്നിട്ടോ വിജനസ്ഥലത്ത് അല്ലാഹ് പോരെ, മരുഭൂമിയിൽ അല്ലാഹ് പോരെ. അപ്പൊ അല്ലാഹ് പോരാ എന്ന് ഇവിടെ ആരൊക്കെയോ പറയുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. ഇത് തന്നെ ജബ്ബാർ മൗലവി എഴുതിയതിലുള്ളൂ. ആ ഹദീസ് തെളിവിന് പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഹദീസിൽ പറഞ്ഞ ആശയമാണ് വാസ്തവത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞത്. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ സലഫി പണ്ഡിതന്മാർ പറഞ്ഞ അതേ വാചകമാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ മാത്രം പറഞ്ഞല്ല. ഇനിയും കേട്ടോളുകൾ, അനസ് മുസ്ലിയാർ അബ്ദുൽ ജബ്ബാർ മൗലവി സ്റ്റേജിലിരുത്തി ആലപ്പുഴയിൽ വെച്ച് നടന്ന എൽ ഇസ്തിഖാമ എന്ന പരിപാടിയിൽ അനീഫ് കായക്കൊടി അനസും കൂടി ന്യായീകരിക്കുകയാണ്. മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി